അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുർ റഹ്മാൻ തജ്വീദ് സഹിതം പഠിക്കാനാണ് നമ്മൾ ഗ്രൂപ്പിൽ ജോയിൻ ആയിട്ടുള്ളത് അല്ലേ? ഇൻഷാ അല്ലാ എല്ലാവർക്കും തന്നെ നന്നായിട്ട് പഠിക്കാൻ കഴിയട്ടെ. ഓക്കെ, നമുക്ക് തുടങ്ങാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അർ-റഹ്മാൻ. ഓക്കെ, നമുക്ക് ആദ്യത്തെ ആയത്തൊന്ന് തജ്വീദ് പറയാം കേട്ടോ. അർ-റഹ്മാൻ. ഇവിടെ നോക്കൂ, സ്റ്റാർട്ടിങ്ങിൽ ഹംസത്തുൽ വസ്ൽ ഉണ്ട് അല്ലേ? നമ്മൾ ഹംസത്തുൽ വസ്ലിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചതാണ് അല്ലേ? ഹംസത്തുൽ വസ്ൽ ആയത്തിൻ്റെ തുടക്കത്തിൽ വരികയാണെങ്കിൽ ഹംസത്തുൽ വസ്ലിന് എന്തുണ്ടാവും? ശബ്ദം ഉണ്ടാവും. ആയത്തിൻ്റെ നടുക്ക് വരികയാണെങ്കിൽ ശബ്ദം ഉണ്ടാവില്ല. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലേ? അപ്പോൾ ഇവിടെ ശബ്ദം ലാമിൻ്റെ കൂടെയാണ് ഹംസത്തുൽ വസ്ൽ വരുന്നത്. അപ്പോൾ നമ്മൾ അതിന് ലാമോട് ചേർന്ന് ഹംസത്തുൽ വസ്ൽ വന്നാൽ അവിടെ വരുന്ന ശബ്ദം അ അ എന്നുള്ള ശബ്ദമാണ് വരിക കേട്ടോ. ഓക്കെ, ഹംസത്തുൽ വസ്ൽ മറ്റേതെങ്കിലും അക്ഷരങ്ങളുടെ കൂടെയാണ് വരുന്നതെങ്കിൽ ഹംസത്തുൽ വസ്ലിൻ്റെ ശബ്ദം മാറും. ഓക്കെ, ഓർമ്മ വേണോ? റഇന് ശബ്ദമുണ്ട്, കനപ്പിച്ച് ഓതുക കേട്ടോ. അർ-റഹ്മാൻ. റഹ്മാൻ എന്ന് ഓതരുത് കേട്ടോ. ഹഫ്സുക്കൂന് കൊടുത്താൽ മതി. അർ-റഹ്മാൻ. ഇവിടെ നോക്കൂ, ഇവിടെ സുക്കൂന് കൊടുത്തിട്ട് നമ്മൾ നൂനിന് സുക്കൂന് കൊടുത്ത് നിർത്തുകയാണ് അല്ലേ? വഖഫ് ചെയ്യുമ്പോൾ നമ്മൾ സുക്കൂന് കൊടുത്ത് വഖഫ് ചെയ്യുമ്പം അവിടെ നമ്മൾ എന്ത് ചെയ്യണം? 3 മുതൽ 5 ഹറക്കത്ത് വരെ നീട്ടി ദീർഘിപ്പിച്ചോതി നിർത്തേണ്ടതാണ്. ഓക്കെ, രണ്ടാമത്തായ അല്ലമൽ ഖുർആൻ. അല്ലമ, ഐൻ എന്നുള്ള ശബ്ദം വരുന്നത്, ഐൻ എന്ന ശബ്ദം വരുന്നത് തൊണ്ടയുടെ നടുക്ക് നിന്നാണ്. അപ്പോൾ എന്ത് ചെയ്യണം? അത് കറക്റ്റായിട്ട് ഓതാൻ ശ്രദ്ധിക്കുക കേട്ടോ. അല്ലമ, ലാമിൻ്റെ മുകളിൽ ശബ്ദമുണ്ട്, ലാമിനെ ഒന്ന് കട്ടി കൂട്ടി കൊടുക്കുക. അല്ലമൽ ഖുർആൻ. ഹംസത്തുൽ വസ്ലിൻ്റെ നടുക്ക് വരുമ്പോൾ ശബ്ദം ഉണ്ടാവില്ല എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? അപ്പോൾ ഇവിടെ എന്തില്ല? ശബ്ദമില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ കൂട്ടിച്ചേർത്ത് ഓതിപ്പോവുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെ ഓതും? മീമിൽ നിന്നും നേരെ ലാമിലേക്ക് പോയി. അല്ലമൽ ഖുർആൻ. ഖാഫ് ഖുർആൻ എന്നാരും ഓതരുത് കേട്ടോ. ഖുർആൻ. ഓക്കെ, തൊണ്ടയുടെ നാവിൻ്റെ അങ്ങേ അറ്റം, നാവിൻ്റെ മുരട് ഭാഗത്ത് നിന്നാണ് ഖാഫ് വരുന്നത്. ഓക്കെ, അപ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ച് ഉച്ചരിക്കണം കേട്ടോ. ഖുർആൻ. ഇവിടെയും നമ്മൾ 3 അല്ലെങ്കിൽ 5 ഹറക്കത്ത് നീട്ടി ഓതി നിർത്തേണ്ടതാണ്. മൂന്നാമത്തായ ഖലഖൽ ഇൻസാൻ. ഖലഖ തൊണ്ടയുടെ അക്ഷരമാണ് ഖ. തൊണ്ടയിൽ നിന്നും തൊണ്ടയുടെ മുകൾ ഭാഗത്തു നിന്നും വരുന്ന ലെറ്ററാണ് ഖ. ഖലഖ. ഖാഫ് അതുപോലെ തന്നെ, ഖാഫ് നാവിൻ്റെ മുരട്, നാവിൻ്റെ അങ്ങേ അറ്റം ഖലഖ. അപ്പോൾ അവിടെ ഓതുമ്പോൾ ശ്രദ്ധിച്ച് ഓതുക കേട്ടോ. ഖലഖൽ ഇൻസാൻ. ഇവിടെ ഹംസത്തുൽ വസ്ലിന് ശബ്ദം ഉണ്ടാവില്ല എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? അപ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത്? കൂട്ടിച്ചേർത്ത് ഓതുക. ഖലഖൽ. ഖാഫിൽ നിന്നും നേരെ എങ്ങോട്ട് വന്നു? ലാമിലേക്ക് വന്നു. ഖലഖൽ ഇൻസാൻ. ഇവിടെ നൂനിൻ്റെ മുകളിൽ സുക്കൂൻ ഇല്ല അല്ലേ? അപ്പോൾ നമ്മൾ എങ്ങനെ ഓതണം? ഇൻസാൻ എന്ന് ഓതരുത് കേട്ടോ. നാവ് മുകളിൽ തട്ടാതെ ചുണ്ടിൻ്റെയും പല്ലിൻ്റെയും ഇടയിൽ ഒരു ക്യാപ്പ് വേണം. ക്യാപ്പ് കൊടുത്തിട്ട് ഇൻസാൻ. നൂനിനെ വെളിവാക്കാതെ മറച്ചു പിടിച്ചോതുക. ഇൻസാൻ. ഓക്കെ, ഇൻസാൻ. നാലാമത്തായ അല്ലമഹുൽ ബയാൻ. അല്ലമഹു, ലാമിൻ്റെ മുകളിൽ ശബ്ദം ഉണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് കനപ്പിക്കണം ലാമിനെ. അല്ലമഹുൽ ബയാൻ. ഹംസത്തുൽ വസ്ലിന് ഇവിടെ ശബ്ദമില്ല അല്ലേ? അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ കൂട്ടിച്ചേർത്ത് ഓതും. ഹയിൽ നിന്നും നേരെ ലാമിലേക്ക് വന്നു അല്ലേ? അല്ലമഹുൽ
ജോയിൻ ആക്കി ഓതുക കേട്ടോ. ബയാൻ നീട്ടി ഓതി നിർത്തുക. അഞ്ചാമത്തായ അശ്ശംസു വൽ ഖമറു ബിഹുസ്ബാൻ. ഇവിടെ നോക്കൂ, അശ്ശംസു ഇവിടെ ഹംസത്തുൽ വസ്ൽ ആയത്തിൻ്റെ തുടക്കത്തിലാണ് വന്നിട്ടുള്ളത് അല്ലേ. അപ്പം എന്താണ് നമ്മൾ മുമ്പേ പറഞ്ഞു, ആയത്തിൻ്റെ തുടക്കത്തിൽ വരികയും അത് ലാമിനോട് ചേർന്ന് വരികയും ചെയ്യുകയാണെങ്കിൽ ഹംസത്തുൽ വസ്ലിൻ്റെ ശബ്ദം എന്താണ്? അ അ എന്നുള്ള ശബ്ദമായിരിക്കും. അപ്പം ഇവിടെ അ ആണ് അല്ലേ. അശ്ശംസു ഷീന് ശ്രദ്ധയുണ്ട് കേട്ടോ, ഒന്ന് കനപ്പിച്ചോതണേ. അശ്ശംസു വൽ ഖമറു വൽ ഖമറു. ഇവിടെ ഹംസത്തുൽ വസ്ലിന് ശബ്ദം ഇല്ലാത്തത് കാരണം നമ്മൾ എന്ത് ചെയ്യും? കൂട്ടിച്ചേർത്തോതും. വൽ ഖമറു ബിഹുസ്ബാൻ. ബിഹുസ് സീന് സുക്കൂനുണ്ട്, അപ്പോൾ ഹുസ്ബാൻ എന്ന് ഓതരുത് കേട്ടോ. ഹുസ് ഹുസ് ഹാഫ് സുക്കൂനെ കൊടുക്കാൻ പാടുള്ളൂ. ഹുസ്ബാൻ. നെക്സ്റ്റ് ആറാമത്തായ വന്നജ്മു വശ്ശജറു യസ്ജുദാൻ. വന്നജ്മു വാവിൽ നിന്നും നേരെ നൂനിലേക്ക് വന്നു അല്ലേ. നൂനിന് ശബ്ദം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നന്നായിട്ട് മണിച്ചു കൊടുക്കണം. വന്നജ്മു. പിന്നെ വാവ് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വ വ ഇവിടെയൊക്കെ വ എന്ന് ഉച്ചരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ചുണ്ട് കൂർപ്പിച്ചിട്ട് വേണം വാവിനെ ഉച്ചരിക്കാനായിട്ട് കേട്ടോ, പറയാനായിട്ട്. വ വ ചുണ്ട് കൂർപ്പിച്ച് വിടർത്തുക. ഓക്കെ. വന്നജ്മു ജീമിന് സുക്കൂന് വരുമ്പോൾ ഫുൾ സുക്കൂൻ അവിടെ കൊടുക്കണം കേട്ടോ. വശ്ശജറു വശ്ശജറു ഇവിടെയും ജോയിൻ ആക്കി ഓതുകയാണ് ചെയ്യുന്നത്. വശ്ശജറു യസ്ജുദാൻ. യെസ് യസ്ജുദാൻ എന്ന് ആരും ഓതരുത് കേട്ടോ. യെസ് ഹഫ് സുക്കൂൻ. യസ്ജുദാൻ ഇവിടെയൊക്കെ നീട്ടി നിർത്തുന്ന രൂപമാണ്. സുക്കൂന് കൊടുത്ത് നമ്മൾ നീട്ടി ഓതി നിർത്തുന്ന രൂപമാണ് കേട്ടോ ഇവിടെയൊക്കെ വന്നിട്ടുള്ളത്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.